ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ നിന്ന് GST ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ റിപ്പോർട്ട്സുകൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇങ്ങനെ എടുക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ നമുക്ക് GSTR1 റിപ്പോർട്ട്സുകൾ എക്സ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ B2B റിപ്പോർട്ട്സുകൾ എക്സ്പോർട്ട് ചെയ്യണം. B2C റിപ്പോർട്ട്സ് എക്സ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ HSN വൈസ് സമ്മറി റിപ്പോർട്ട്സുകൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ 4 റിപ്പോർട്ട്സുകളാണ് നമുക്ക് GST ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടും വേണ്ടത്. ആ റിപ്പോർട്ട്സുകൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പം ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും ഈ വീഡിയോ കാണണം. ആദ്യം നമുക്ക് സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യാം. റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് നമ്മുടെ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചുള്ള എല്ലാ റിപ്പോർട്ട്സുകളും നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് തന്നെ GST റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും GSTR1 B2C സെയിൽ റിപ്പോർട്ട്സുകൾ, അതുപോലെ തന്നെ B2B സെയിൽ റിപ്പോർട്ട്, HSN വൈസ് സമ്മറി റിപ്പോർട്ട്സുകൾ, GST ടാക്സ് സമ്മറി റിപ്പോർട്ട്സുകൾ. ഇങ്ങനെ റിപ്പോർട്ട്സുകൾ, ഒരുപാട് റിപ്പോർട്ട്സുകൾ നമുക്ക് GSTയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആദ്യം തന്നെ GSTR1 റിപ്പോർട്ട് നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് GSTR1 റിപ്പോർട്ട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ആയിട്ട് വരുന്ന വിൻഡോയിൽ നമ്മൾ ഫ്രം ഡേറ്റും ടു ഡേറ്റും നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഫ്രം ഡേറ്റ് കൊടുക്കാം. ഫ്രം ഡേറ്റ് കൊടുത്തു, അതിനുശേഷം എൻ ഡേറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എൻ ഡേറ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വ്യൂ റിപ്പോർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ GSTR1 റിപ്പോർട്ട് വ്യൂ ആയിട്ട് വരും. ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് കൺവേർട്ട് ചെയ്ത് എക്സലിലേക്ക് എക്സ്പോർട്ട് ആയിട്ട് നമുക്ക് വ്യൂ ആയിട്ട് വരുന്നതായിട്ട് കാണാം. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് GSTR1 റിപ്പോർട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്കോ ഏത് രീതിയിലേക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്യാം. അതിനുശേഷം വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ മെയിലിലേക്കോ നമുക്കിത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. റിപ്പോർട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി GSTR1 വീണ്ടും വന്ന ശേഷം B2C സെൽ റിപ്പോർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുന്ന വിൻഡോയിൽ നമുക്ക് ഫ്രം ഡേറ്റും ടു ഡേറ്റും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്രം ഡേറ്റും ടു ഡേറ്റും നമ്മൾ മാനുവൽ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് വ്യൂ റിപ്പോർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ B2C സെൽ റിപ്പോർട്ട് നമുക്ക് എക്സ്പോർട്ട് ആയി വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് എക്സലിലേക്കോ PDF-ലേക്കോ ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. പല ഫോർമാറ്റുകൾ ഇതിനകത്തുണ്ട്. ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇത് എക്സ്പോർട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അന്ന് സേവ് ചെയ്ത ശേഷം നമുക്ക് വാട്സപ്പിലോ നമ്മുടെ ജിമെയിലോ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും നമുക്കിത് അയച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നമുക്ക് ഓരോ റിപ്പോർട്ട്സുകൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. B2B സെയിൽ റിപ്പോർട്ടാണ്. അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി GSTR1 വന്ന ശേഷം B2B സെയിൽ റിപ്പോർട്ടിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പ് കണ്ട പോലെ തന്നെ ഫ്രം ഡേറ്റും ടു ഡേറ്റും ഉണ്ട്. ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുക്കുക. അതിനുശേഷം നമ്മൾ വ്യൂ റിപ്പോർട്ട് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ റിപ്പോർട്ട് എക്സ്പോർട്ട് ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇത് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുകളിൽ കാണുന്ന ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പല ഫോർമാറ്റുകളുണ്ട്. ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. HSN റിപ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് GSTR റിപ്പോർട്ട് വന്ന ശേഷം HSN വൈസ് റിപ്പോർട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് സെപ്പറേറ്റ് തിരിച്ച് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. B2B B2C നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ പുതിയ GSTയുടെ റൂൾ അനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് തിരിച്ച് തന്നെ നമ്മൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ B2B ആണെങ്കിൽ ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുക്കുക. അതിനുശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ B2C ആണെന്നുണ്ടെങ്കിൽ B2C കൊടുക്കുക. അതിനുശേഷം ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുത്ത ശേഷം എക്സ്പോർട്ട് കൊടുക്കുക, വ്യൂ റിപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നും നമ്മൾ വ്യൂ റിപ്പോർട്ട് കൊടുത്ത ശേഷം ഇത് നമുക്ക് എക്സലിലേക്കോ അല്ലെങ്കിൽ PDF-ലേക്കോ ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. HSN റിപ്പോർട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഡക്റ്റിനെല്ലാം HSN കോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലാത്ത പക്ഷം നമ്മുടെ HSN വൈസ് റിപ്പോർട്ട് നമ്മൾ ഓപ്പൺ ആകത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ HSN കോഡ് കറക്റ്റ് ആയിട്ട് തന്നെ തെറ്റാതെ തന്നെ നമ്മൾ കൊടുത്തിരിക്കണം.
അത് മറന്നു പോകാൻ പാടുള്ളതല്ല. ഈസി ആയിട്ട് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് GSTക്ക് വേണ്ട റിപ്പോർട്ട്സുകളൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോസ്.